ഗൈസ്, ഇത് കേരളത്തിലെ ആദ്യത്തെ ക്ലീൻ സിറ്റി എന്നറിയപ്പെടുന്ന സുൽത്താൻ ബത്തേരിയാണ്. കണ്ടോ, ഇവിടെയൊക്കെ തീരെ മാലിന്യങ്ങൾ ഒന്നുമില്ല ഈ സിറ്റിയിൽ. ഇതിപ്പം ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തിരുവനന്തപുരം നഗരത്തിലെ ശുചീകരണ തൊഴിലാളി ആ വൃത്തികേടുകളിലൊക്കെ വീണ് മരിച്ചു എന്നുള്ള വാർത്ത നമ്മളെല്ലാവരും കേട്ടതാണ്. അപ്പോൾ എല്ലാവരും പറയുമ്പോൾ വയനാടിനെ കുറിച്ച് പറയുമ്പോൾ, വയനാട് ജില്ലയിലാണ് ഈ സുൽത്താൻ ബത്തേരി എന്നത്. വയനാട് ജില്ലയെ കുറിച്ച് പറയുമ്പോൾ ഒരു പിന്നോക്ക ജില്ല, കാരണം ആളുകൾ പറയുന്നത് റേഞ്ച് തീരില്ലാത്ത സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട് നമ്മൾ പുറമേയുള്ള ജില്ലകളിലേക്ക് ചെല്ലുമ്പോഴേ. പക്ഷേ നിങ്ങളൊന്ന് വന്നു നോക്കിയാൽ കണ്ട് ഈ നഗരങ്ങളിലൊക്കെ, ഈ വീതികളിലൊക്കെ എവിടെയെങ്കിലും മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ക്ലീനായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഉണ്ടോ? ഇത്തിരി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിലും വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. മാലിന്യങ്ങളൊന്നും അവിടെ ഇട്ടിട്ടില്ല. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗമാണ്. വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഈ റോഡ് സൈഡിൽ കൊച്ചിയൊക്കെ പറയുന്നത് അവിടെ നാറിയിട്ട് നടന്നുകൂടാ ആ വഴിക്ക്. ഏത് നഗരപ്പം വൃത്തിയുള്ളതെന്ന് പറയാൻ. ഇവിടെ ഇത്തിരി ബിൽഡിങ്ങുകളൊക്കെ കുറച്ച് പഴയതാണെന്ന് കൂട്ടിക്കും. എന്നാലും അതുകൊണ്ടെന്താ പ്രശ്നം ഉണ്ടാവും? മുനിസിപ്പൽ സ്റ്റാൻഡിൻ്റെ കാണുന്നത് ആളുകളെ കുറിച്ചും കുറ്റം പറയാറുണ്ട്. പയ്യൻ നമ്മളെ. പക്ഷേ ഇതിപ്പം ജനങ്ങൾ മാത്രം വിചാരിച്ചാലല്ല, അധികാരികൾ മാത്രം വിചാരിച്ചാലും നടക്കില്ല. രണ്ടു കൂട്ടരും കൂടി ചേർന്നില്ല. അപ്പം ചിലർ പറയുമോ ജനസംഖ്യ കുറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക. അങ്ങനെയൊന്നുമല്ല. നഗരത്തിൽ എന്തായാലും ജനസംഖ്യ ഉണ്ടാവും. ആളുകളൊക്കെ, കുട്ടികളും ആളുകളൊക്കെ ഉണ്ട്. സ്കൂളൊക്കെ വിട്ടിട്ട് വരുന്ന സമയം. പണ്ടിതൊന്നും ആയിരുന്നില്ല തിരക്ക്. ഈ രാത്രി യാത്ര നിരോധനം വന്നതോട് കൂടിയിട്ട് മുത്തങ്ങയിൽ മൈസൂരേക്ക് പോകുന്നത്, അതുകൊണ്ട് ഈ ബത്തേരി കുറച്ച് തിരക്ക് കുറഞ്ഞത്. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡാണ്. അത്യാവശ്യം നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിച്ചു. അത്യാവശ്യം നല്ല. കേരളത്തിലിപ്പം വൃത്തിയായിട്ട് നടക്കുന്നത് വയനാട്ടിൽ തന്നെ ഉള്ളൂ. കൽപ്പറ്റയാണെങ്കിലും മാനന്തവാടി ആണെങ്കിലും വൃത്തിയായിട്ടുണ്ട്. നിങ്ങളല്ലെങ്കിൽ ഒന്ന് വന്നു നോക്കും. അധികം ചിലവൊന്നുമില്ലല്ലോ. വയനാട്ടിലേക്കൊന്ന് വന്നു നോക്കും. പരമാവധി വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. തീരെ വില്ലേജിലേക്ക്, ഗ്രാമപ്രദേശങ്ങളിലേക്ക് ചെല്ലുമ്പോഴായിരിക്കും അവിടെയും കുറച്ച് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആളുകൾ വലിച്ചത്. എന്നാലും ചിലയിടത്തൊന്നുമില്ല. കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വന്നിരിക്കുകയാണ്. ബിൽഡിങ്ങുകളെ കുറച്ച് പഴയ ബിൽഡിങ്ങുകളുണ്ട്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ ബിൽഡിങ് കുറച്ച് പഴയതാണ്. അതുകൊണ്ടെന്താ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതല്ലേ. കുട്ടികളൊക്കെ നമ്മുടെ ഫോട്ടോയ്ക്ക് ഇതാണ് നഗരത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇങ്ങനത്തെ ഒഴിഞ്ഞ ഏരിയകളിലൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഒന്നുകൂടിയിട്ടുണ്ടാവും. ഇത് വ്യാപാരികൾ സ്വന്തം ചെയ്തു വെച്ചിരിക്കുന്നത്, നഗരസഭയിലൊന്നുമല്ല. വ്യാപാരികളുടെ പണിയത്. അവരാണ് അതിനെ, ആ ചെടീനെ അങ്ങ് പരിപാലിക്കുന്നത്. വെള്ളമൊക്കെ ഒഴിച്ച് ആളുകളൊക്കെ. വൃത്തികേടില്ല എവിടെയാ. അത് ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ റോഡ് സൈഡിലൊക്കെ വൃത്തികേടാക്കിയിരുന്ന ആളുകൾ. പക്ഷെ എവിടെയൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. വീഡിയോ കുറച്ച് നീട്ടം വെക്കും കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് മൊത്തം കുറേ സമയം ഞാൻ ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ മുനിസിപ്പൽ കാര്യാലയം അപ്പോൾ നമ്മൾ കണ്ടത്.
കുറേ നേരം ഷൂട്ട് ചെയ്തു പറഞ്ഞിട്ടെന്താ, നമുക്ക് അത് മുഴുവൻ വെക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ മാലിന്യം ഇട്ടിട്ടില്ല. പിന്നെ ഇതിപ്പോൾ ഒരു നഗരത്തിൻ്റെ കാഴ്ചകളെന്ന് പറയുമ്പോൾ ഇതെല്ലാം നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. വേറെ എന്തിപ്പോൾ കാണിക്കാനുള്ളതിനകത്ത് ബസ് സ്റ്റാൻഡിലൊക്കെ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. അതിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വന്നിരിക്കുന്നു. വിദ്യാർത്ഥിനികൾ എല്ലാവരും ഉണ്ട്. മഴക്കാർ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നുണ്ട്. ഒരു 10 വർഷം മുമ്പ് ഇത് തുടങ്ങുന്ന സമയത്തൊക്കെ 10-15 വർഷമായി തോന്നുന്നു ഇവിടെ ഇത് തുടങ്ങിയിട്ട്. നിരത്തിലോ റൂട്ടിലോ മുറുക്കി തുപ്പോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും തുപ്പോ അങ്ങനെങ്കിലും മാലിന്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ 500 രൂപ പിഴ വാങ്ങിയിരുന്നു 10-15 കൊല്ലം മുൻപ്. അങ്ങനെയാണ് ഇവരിത് വൃത്തിയാക്കിയെടുത്തത്. അത് ഈ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിൻ്റെ ഒരു കഴിവാത്. ഇപ്പം അത് കൽപ്പറ്റയിലേക്കും എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കൊക്കെ അത് വ്യാപിച്ചിട്ടുണ്ട്. കൽപ്പറ്റയായിരുന്നു നിങ്ങൾ ചെന്ന് നോക്ക്, വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. കൽപ്പറ്റയിലൊന്നും ഇപ്പോൾ ആരും അങ്ങനെ വൃത്തിയായിട്ട് ചെയ്ത് നോക്കൂല. പക്ഷേ വയനാട് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ, ചുരം അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ എമ്മാതിരി വൃത്തികേടാണ്. കോഴിക്കോടൊക്കെ അതേ വൃത്തികേടായിട്ട് കിടക്കും. ഭരണാധികാരികളും വിചാരിക്കണം എന്നാലേ ഇതൊക്കെ ഭംഗിയായിട്ട് നടക്കും. അല്ലാണ്ട് ഏതെങ്കിലും ഒരു കൂട്ടർക്ക് മാത്രമേ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. ട്രാഫിക്കിൽ അവിടുത്തെ പള്ളിയാണ്, ഇപ്പുറത്ത് മോസ്കുണ്ട്. ട്രാഫിക്കിലെ ഉദ്യോഗസ്ഥന് നിൽക്കാൻ സമയമില്ല. താഴേക്ക് പോയാൽ കണ്ടോ എത്ര വൃത്തിയായിട്ട് ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടെന്ന്. അവിടെ അല്ലെങ്കിൽ ഈ മാലിന്യ പിന്നെ ഈ വേസ്റ്റ് ബിന്നിൻ്റെ അടുത്ത് ഉള്ളപ്പോൾ നമ്മളവിടെ കണ്ട് അവിടെയൊക്കെ എത്ര മാലിന്യമായിരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. റോഡൊക്കെ ഇത്തിരി പൊട്ടിപ്പൊളിഞ്ഞിട്ടല്ല, പഴയതിൻ്റെയാണ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡൊന്നും അല്ല, റോഡ് തന്നെ. എന്നാലും വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ബിൽഡിംഗ് ഒക്കെ കുറച്ച് പഴയതുണ്ട്. അതല്ലേ വേണ്ടത്. ഉണ്ടോ വ്യാപാരികളെ പണിയത്, ചെടികളെല്ലാം വെച്ചിരിക്കുന്നുണ്ട്. അവരങ്ങനെ സംരക്ഷിക്കും. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു വൃത്തിയുള്ള സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വൃത്തികളാക്കാൻ തോന്നില്ല. അതതിൻ്റെ കഥ. വൃത്തിയുള്ള സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല ആർക്കും അത് വൃത്തികേടാക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നു. വൃത്തികേടായി കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയിട്ട് വൃത്തികേട് പോകുന്നത്. ഇവിടെയൊക്കെ എത്ര വൃത്തികേടാക്കി കിടക്കേണ്ടതാണ്. മഴ പെയ്ത് വെള്ളം ഉണ്ടെന്നല്ലാണ്ട് ഒരു മാലിന്യം അവിടെ കൊണ്ടുപോയി തട്ടിയിട്ടില്ലാണ്. അല്ല ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ വൃത്തികേടാക്കാൻ മനുഷ്യന്മാർ ഉണ്ടോ. ഇതേപോലത്തെ ഏരിയ ഒക്കെ ഒരു പോസ്റ്റിൻ്റെ വീട്ടിലൊക്കെയുള്ള മൊത്തം അവിടെ കൊണ്ടുപോയി ഇടുന്നതായിരിക്കും ഫസ്റ്റ്. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ചെയ്യാനിപ്പോൾ ഇവിടെയുള്ളത് സാധാരണ പോലുള്ളതാണല്ലോ എല്ലാവരും. പക്ഷെ ഭയങ്കരമായിട്ട് കുറ്റം പറയും. വയനാട് പിന്നോക്ക ജില്ലയാണ്, ഒത്തിരി പിന്നോക്ക ജില്ലയാണ്. ഇവിടെയുള്ളതൊക്കെ മൊത്തം അങ്ങനെയായിരിക്കും എന്നായിരിക്കും വിചാരിക്കുന്നത്. അവർ തമാശക്ക് പറയുന്ന കേട്ടോ. നമ്മളോടൊക്കെ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ തമാശക്ക് പറഞ്ഞു, നമ്മൾ തമാശ തന്നെയായിട്ട് തന്നെ എടുത്തിട്ടുള്ളൂ. എന്നാലും പറയുകയാണ്, ഇപ്പം നോക്ക് എങ്ങനെയാണ് കിടക്കുന്നതെന്ന്. വെറുതെ പറയുന്നതാണ്, തമാശയ്ക്ക് വേണ്ടിയാണല്ലോ പറയുന്നത്. വയനാടല്ലേ, അങ്ങനെയാണ്. പക്ഷേ ഇത് നോക്കുമ്പോൾ സംഭവം എങ്ങനെയാന്ന് നോക്കും, ഇത്ര വൃത്തിയായിട്ടാണ് കിടക്കുന്നത്.
കൂടുതലൊന്നും ഉണ്ടോ ഇവിടെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ പല നേരത്തെ ശ്രദ്ധിച്ച് കാലാണ്ട് വെക്കാൻ പോയാൽ നമുക്ക് ഭയങ്കര മടിയായിരിക്കും, അത്രയ്ക്ക് വൃത്തികേടായിരിക്കും. ഇതിപ്പോൾ എല്ലാവർക്കും സാധിക്കാവുന്ന കാര്യമുള്ളൂ. നമ്മുടെ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന പോലെ നമുക്ക് നഗരങ്ങളും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ കഴിയും. തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്ന് ഒരാൾ മരിക്കേണ്ടി വന്നു, ഇനി കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും തിരുവനന്തപുരത്തൊക്കെ. ശുചീകരണവും കൊണ്ടൊരു കളിയായിരിക്കും. കുറേ കോടികൾ അതിന് വേണ്ടി പൊടിക്കുകയും ചെയ്യും, കുറേ അവന്മാർ അത് കൊണ്ടുപോയി തിന്നുകയും ചെയ്യും. എല്ലാ ഇടതായാലും വലതായാലും അപ്പുറത്തായാലും ഇപ്പുറത്തായാലും എല്ലാം ഒരുത്തനൊരു ബുദ്ധിയുള്ള ഒരുത്തനില്ല, വെറുതെ കാശുണ്ടാക്കുക. ഇപ്പോൾ അതാ അവിടെ പുതിയ ഭരണാധികാരികൾ മാങ്ങയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അവരെ കൊണ്ടൊന്നും ഒരു കഴിവുമില്ല, വെറുതെ അതൊക്കെ പേരെടുത്ത് പറഞ്ഞിട്ട് ആളാണ് എന്തിനാ നമ്മൾ പറയുന്നത്. നഗരത്തിൻ്റെ ഭാഗങ്ങളാണ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് പറയാത്തത്. ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും, പക്ഷെ പുറമെ ഉള്ളവർക്ക് അറിയില്ല. ഇവിടെ ഉള്ളവർക്ക് തന്നെ അറിയാൻ പറ്റില്ല അതിനെപ്പറ്റി പറയുന്നതിന് സ്ഥലം ഏതാന്നുള്ളത്. നഗരത്തിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ തന്നെയാണ് അത്ര വൃത്തിയായിട്ട് ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നത്. ഒരു കടലാസ് മുട്ടായ കടലാസ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തുളച്ച് വൃത്തിയാക്കും ആൾ വന്നിട്ട്. ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നതാണ്. ബസ് സ്റ്റാൻഡിൽ കയറുന്ന ഭാഗം ഉണ്ടോ? ഷോപ്പുകളൊക്കെ പഴയതാണ്, നേരത്തെകളൊക്കെ എവിടെയെങ്കിലും ഉണ്ടോ? മാലിന്യം കൊണ്ടിട്ട് മാലിന്യമില്ലല്ലോ. ബസ് സ്റ്റാൻഡിൽ തന്നെ ഒന്ന് വൃത്തിയായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ? സത്യത്തിൽ ഇപ്പോൾ തിരക്കുറവുണ്ട്. കാരണം രാത്രി നേരത്തെ പറഞ്ഞ പോലെ രാത്രി യാത്രാ നിരോധനം വന്നതോടെ നഗരത്തിൽ തിരക്കുറവ്, അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ. ബത്തേരി എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള നഗരമായിരുന്നു പണ്ട്. ഇപ്പോൾ 6 മണി കഴിഞ്ഞാൽ മുത്തങ്ങേന്ന് അങ്ങോട്ട് കടത്തി വിടില്ല, കാട്ടിൽ കൂടെ മൈസൂരേക്ക്. അവിടുത്തെ ഇങ്ങോട്ടും വരില്ല, വാഹനങ്ങൾ പോവില്ല. അതുകൊണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, നമ്മൾ പറയുമ്പോൾ പറയാൻ വേണ്ടി പറയുന്നത് മാത്രം. ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കിടക്കുന്നത്. എല്ലാ ഭാഗങ്ങളും വൃത്തിയായി തന്നെയാണ് കിടക്കുന്നത്. വേസ്റ്റൊന്നും അങ്ങനെ ആളുകൾ കൊണ്ടിടുന്നില്ല. വിദ്യാർത്ഥികൾ ഉണ്ടോ? അത് മഴ പെയ്തതിൻ്റെ വെള്ളം കിടക്കുന്നല്ലാണ്ട്. ഇനി ബസ് സ്റ്റാൻഡിനുള്ളിൽ ഈ പഴയ വയനാട്ടിലെ ആളുകളെന്ന് മുറുക്കി തുപ്പും. പരമാവധി അത് വൃത്തിയാക്കും, രാവിലെ ആകുമ്പോൾ വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നാലും അവർ മുറുക്കി തുപ്പുന്ന പഴയ ആളുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ശീലിച്ചതാണ്. വയനാട്ടിലുള്ള പഴയ ആളുകൾ അവർ മുറുക്കി തുപ്പുന്നത് പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇത് ഈ ബസ് സ്റ്റാൻഡിലും കാണാം, അവിടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണാം. അതിനിപ്പോൾ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ അത് ശീലിച്ചു പോയ സംഭവമല്ലേ. പണ്ടുണ്ടായിരുന്നില്ല, ഇപ്പം ഇത്തിരി കൂടിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നില്ല, ഇന്നൊക്കെ കാണുന്നുണ്ട്. വേറെ ഒന്നും കാണല്ല, മുറുക്കി തുപ്പില്ല. എല്ലാ സ്ഥലത്തും അങ്ങനെ കണ്ടിട്ടുണ്ട്. അത് രാവിലെ അവർ വൃത്തിയാക്കിയിട്ട് എന്നാലും അതിൻ്റെ പുറത്ത് പിന്നെ വന്നിട്ട് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി പോകുന്നു. കുട്ടികളൊക്കെ ഉണ്ടാവും. ഇവിടെയൊക്കെ ഇത്ര വൃത്തിയായിട്ട് വിളിച്ചിട്ടുണ്ട്. ബിൽഡിങ്ങൊക്കെ പഴയതാണ്, കണ്ടോ? പൊട്ടി പൊളിഞ്ഞ ബിൽഡിങ്. പക്ഷെ അതിൻ്റെ അടുത്തുനിന്ന് എന്താ വൃത്തിയുണ്ടോ? നല്ല വൃത്തിയായിട്ട് എടുക്കുക അവിടെയൊക്കെ. പക്ഷേ നഗരങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, തിരുവനന്തപുരത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ബിൽഡിങ്ങൊക്കെ വലുതാണ്, പക്ഷെ അതിൻ്റെ ചൂട്ട് ഫുള്ള് വൃത്തിയായിട്ടായി കിടക്കുക.
ഇത് വേറെ ഒരു ഭാഗമാണ് ഭാരതീയ. അപ്പൊ അവനങ്ങ് ക്രോസ് ചെയ്തു. ആളുകളൊക്കെ നല്ല ഉല്ലാസവാന്മാരായ ആളുകൾ. എല്ലാ സ്ഥലത്തും പൂക്കൾ വെച്ചിട്ടുണ്ട്, ചെടിച്ചട്ടികൾ. വ്യാപാരികളുടെ പണിയാണ്, വ്യാപാരികളാണ് അതിനെ സംരക്ഷിക്കുന്നത്. ഉദ്യാന നഗരം. പക്ഷേ ഈ മുറുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ ആവുമെന്നുള്ളതാണ്. ഇത് 2-3 സ്ഥലത്ത് അങ്ങനെ കണ്ടിട്ടുണ്ട്. 3 കുറച്ച് സ്ഥലത്ത് കണ്ടു. പഴയ ആളുകളാണ് അവർ തുപ്പുന്നത്. ഇപ്പൊ തന്നെ അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിലേക്ക് ബുദ്ധിമുട്ടാവും. ഓരോരോ ഭാഗങ്ങളാണ് കാണിക്കുന്നത്. പുതിയ ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലത്തും നടന്നിട്ടുണ്ട്. ഇന്ന് കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക. ഇത് പലർക്കൊന്നും ഇഷ്ടപ്പെടില്ല. കാരണം ഈ നഗരത്തെ കൂടി താല്പര്യമുള്ളവർക്ക് കാണോ, കുറച്ച് മുതിർന്ന ആളുകളൊക്കെ ആയിരിക്കും കാണുക. വൃത്തിയുള്ളൊരു നഗരം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലതല്ലേ. വൃത്തിയുള്ള നഗരം കാണുമ്പോൾ തന്നെ നമുക്കും ഒരു സന്തോഷമാണ്. നിരത്തുകളൊക്കെ എല്ലാം തൂത്തുവായി അടിച്ച് വൃത്തിയാക്കി. കുറച്ച് ലെങ്ത് ഓടിപ്പോയിട്ടുണ്ട്. പരമാവധി കുറച്ച് കട്ട് ചെയ്തു. ഇനിയിപ്പം എന്ത് കട്ട് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാൻ ഇനി എന്താ ഉള്ളതെന്നുള്ളത് നോക്കുമ്പോൾ നിരത്തുകൾ കാണിക്കാൻ വേണ്ടിയല്ലേ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ആരും ചെയ്യുന്നില്ല. എന്താണ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നമുക്ക് വേണം. എന്നാലാണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ലൈക്കും സബ്സ്ക്രൈബും വേണം സുഹൃത്തുക്കളെ. ഇതങ്ങ് ഭാഗമാണ് ചുങ്കം എന്ന് പറയുന്ന ഭാഗത്തെത്തി. ചുങ്കം പണ്ട് പഴയ പോലെ ഇപ്പം സിനിമ ഒന്നുമില്ല. സിനിമ തിയേറ്ററുകളൊക്കെ കുറവാണ്. കുറേ തിയേറ്ററുകൾ ഉണ്ടായിരുന്നില്ല, എല്ലാം കൂട്ടി. മൾട്ടിപ്ലക്സും 2 ഇതൊക്കെ ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ നിൽക്കുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആ കുരിശ് അതിൻ്റെ അവിടെ ഒരു തിയേറ്ററൊക്കെ ഉണ്ടാവുന്ന കാണുന്നു. മാർബേസിൽ നിന്നായിരുന്നു ആ തിയേറ്ററിൻ്റെ പേര്. അത് പൂട്ടിക്കെടുക്കുന്നു. വളം അത് ഒരു കാരണമാണ്. തിയേറ്ററുകളൊന്നും ഇല്ല ഇപ്പോൾ. തിയേറ്റർ ഉണ്ട്, നല്ല തിയേറ്ററുകളൊക്കെ ഉണ്ട്. അത് പൂട്ടിപ്പോയി. മഴ പെയ്തിട്ട് വെള്ളം കിടക്കുന്നതാണ്. വേറെ എപ്പോഴാ നോക്കിയാൽ അങ്ങനെ മുന്നിൽ പീടിയൻ്റെ മുമ്പിൽ അങ്ങനെ കൂട്ടിയിട്ടുണ്ടാവും, വേസ്റ്റ് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടാവും. എങ്ങനെ പീടിയയിലിരുന്ന് തിന്നെ അവിടെയൊക്കെ ഒരു വൃത്തിയില്ലാതെ അങ്ങനെ. ആ വീഡിയോ കാണുമ്പം തിരുവനന്തപുരത്തേക്ക് അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. പക്ഷെ ആ വീഡിയോയിൽ നമുക്ക് കാണാലോ വീഡിയോയിൽ എത്ര പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം നമ്മൾ കാണുന്നില്ല തിരുവനന്തപുരത്തിൻ്റെ കോലം. എത്രയ്ക്ക് വൃത്തികേടായിട്ട് കിടക്കുന്ന നഗരം. ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? ഇത് ആഫ്രിക്കയിലെ നഗരം പോലും ഇത്രയ്ക്ക് വൃത്തികേടുണ്ടാവില്ല. തിരുവനന്തപുരത്ത്, കൊച്ചിനെയൊക്കെ, കോഴിക്കോടൊക്കെ നോക്കിക്കഴിഞ്ഞു. ആഫ്രിക്കയിലെ നഗരങ്ങൾ ഇതിനേക്കാളൊക്കെ എത്ര ഭംഗിയാണ്. ഇന്ത്യയിൽ തന്നെ അല്ല, ആഫ്രിക്കയിൽ ഞാൻ പോയിട്ടില്ല. യൂട്യൂബ് വീഡിയോകളിൽ തന്നെ കണ്ടിരിക്കുന്നത് ആഫ്രിക്കയിലെ നഗരങ്ങൾ എത്ര വൃത്തിയായിട്ടിരിക്കുന്നു.
കേരളത്തിലൊരു ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ അതിനെ തിരുവനന്തപുരം എന്നോ കൊച്ചിന്നോ കോഴിക്കോട് എന്നൊക്കെ പറയേണ്ടി വരും. യൂറോപ്പ് കാണണമെങ്കിൽ ബത്തേരിയിലേക്ക് പോകാം, അല്ലെങ്കിൽ ഏതെങ്കിലും വികസിത രാജ്യങ്ങൾ ജപ്പാനോ ചൈനയൊക്കെ കാണണമെങ്കിൽ നിങ്ങളൊന്ന് കണ്ടിട്ട് പോകും. ഇതേമാതിരി ഏരിയയിലൊക്കെ എപ്പോഴും ഇങ്ങനെ കൊണ്ടിടും വൃത്തികേടാക്കിയിട്ട്. ഇതൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. എല്ലാവരും കൂടി മനസ്സ് വെച്ചാലേ അത് നടക്കും. ഏതെങ്കിലും ഒരു കൂട്ടർ ഭരണാധികാരികൾ മാത്രവും ജനങ്ങൾ മാത്രം വിചാരിച്ചാൽ നടക്കില്ല, കച്ചവടക്കാർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. എല്ലാവരും കൂടി വിചാരിച്ചാൽ നഗരം മൊത്തം വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയും. നമുക്കറിഞ്ഞൂടെ നമ്മുടെ മാലിന്യം എന്തെല്ലാം ഉണ്ട്, നമ്മുടെ വീട്ടിലുള്ള മാലിന്യം നമ്മളെന്ത് ചെയ്യും? വയനാട്ടിലൊക്കെ ഇപ്പം കുടുംബശ്രീക്കാർ വന്നിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ശേഖരിച്ച് കൊണ്ടുപോയിട്ട് കൊണ്ടുപോകും. കണ്ടോ, കുട്ടികളൊക്കെ നല്ല പ്രസന്നവതരായ കുട്ടികൾ. കണ്ടോ, അപ്പം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കണ്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും നല്ല ഭംഗിയുള്ള ആളുകളും. അത് കാണാൻ തന്നെ ഒരു സന്തോഷമാണ്, ഒരു സംതൃപ്തിയാണ്. നമുക്ക് നേരിടും നടക്കാൻ തന്നെ എല്ലാവരും ഇത് പിന്തുടരുന്നതാണ് പറയാനുള്ളത്. എല്ലാ നഗരസഭകളും വിചാരിച്ചാൽ സാധിക്കാവുന്നേ. നമുക്ക് വേറെ ഇപ്പം മലമറിക്കുന്ന ഏർപ്പാടൊന്നുമില്ലല്ലോ. മാലിന്യം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാന്നുള്ളല്ലേ. ആളുകളുടെ നിരാശ ഒന്ന് കുറച്ചാൽ തന്നെ പാകില്ല. എല്ലാവരും വിചാരിക്കും നമ്മളൊക്കെ അവിടെ കിടക്കട്ടെ, അങ്ങനെ വിചാരിച്ചാൽ തന്നെ മതി. ഉള്ളത് ഭംഗിയായിട്ട് സൂക്ഷിക്കാന്ന് ഉള്ളതല്ലേ. നമുക്കുള്ളത് നമുക്ക് ഭംഗിയായിട്ട് സൂക്ഷിക്കാം. നമുക്ക് വലിയ മാണിക്കൊന്നും വേണ്ട. അതപ്പോൾ ഞാൻ ഈ നഗരം കാണിച്ചു തന്നു. നല്ല ഭാഗങ്ങളൊക്കെ ഉണ്ട്, വ്യാപാര സാധനങ്ങളുടെ ഭാഗങ്ങളൊക്കെ. പക്ഷെ പഴയ ബിൽഡിങ്ങിൻ്റെ ചുവട്ടിൽ വെച്ചാൽ വൃത്തികേടാക്കിയിട്ടില്ലല്ലോ. അത് നന്നായിട്ട് സൂക്ഷിച്ചിട്ടില്ലേ ആളുകൾ. അതാണ് അതിനെപ്പറ്റി പറയാൻ. ചെടി നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. അതേമാതിരി സർക്കാർ എല്ലാവരും പിഴ ഈടാക്കണം, എന്നാലേ ശരിയാവുള്ളൂ. നഗരം മാലിന്യം ആക്കുന്ന ആളുടെ അടുത്ത് പിഴ വാങ്ങിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? പിന്നെ അത് ചെയ്യില്ല. പൈസ പോയി കഴിയുമ്പോഴാണ് വരുന്നത്. അല്ലാണ്ട് വേറെ ഒന്നും കൂട്ടരില്ല. പൈസ പോയി കഴിയുമ്പോൾ എന്താവും? മതിയാവും. പൈസ പോകുമ്പോഴാണ് വേദന ഉണ്ടാവുക. അപ്പോൾ പിന്നെ വൃത്തികേടാക്കില്ല. പിന്നെ ഈ ചുവരെഴുത്തും കൂടി ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഈ ചുവരിലിങ്ങനെ എഴുതി വെച്ചിട്ട് എന്താ ചെയ്യും? നമ്മൾ വോട്ട് ചെയ്യാനെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇത് നമ്മളാരെയും ചെയ്യും? ഞാൻ ചെയ്യൊന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെയല്ലേ നമ്മൾ വോട്ട് ചെയ്യുള്ളൂ. കണ്ടോ, മൊത്തം എഴുതി വെച്ച് വൃത്തികേടാക്കി വെച്ചിരിക്കും. അതിൻ്റെ പോട്ടേന്ന് ഇരിക്കാം. അവിടെ അങ്ങനെ മറ്റുള്ള വൃത്തികേടില്ലല്ലോ. ജംഗ്ഷൻ കിടന്നിട്ട് ബിൽഡിങ്ങുകളൊക്കെ പഴയതാ, പഴയ ബിൽഡിങ്ങുകൾ. വൃത്തി ഉണ്ടായാൽ മതി. നമുക്ക് പഴയ ബിൽഡിംഗ് ആയാലും പ്രശ്നമൊന്നുമില്ല, വൃത്തി മതി. കുറേ കോൺക്രീറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യം, വൃത്തിയില്ലേ പിന്നെ പോയില്ലേ. കാണുമ്പോൾ അങ്ങോട്ട് നോക്കാൻ തോന്നൂലേ ന്യൂസിലൊക്കെ.
അല്ലെങ്കിൽ കോഴിക്കോട്, തിരുവനന്തപുരം. ഇവർക്ക് നാണാവൂലേ? ഈ മനുഷ്യന്മാർക്ക് നാണല്ലേ നിങ്ങൾക്ക്? ഇത് കണ്ടിട്ട് നിങ്ങൾ നാണിക്കും. ബത്തേരി കണ്ടിട്ട്, ബത്തേരി വന്നിട്ട് നിങ്ങൾ നാണിക്കും. അതാ പറയണ്ട, നാണം തോന്നണം നിങ്ങൾക്ക്. അതേ പറയാനുള്ളൂ. ഇത് 10-15 വർഷം മുമ്പ് ഇവർ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണ് കുറച്ച് പിടുത്തം വിട്ട് പോകുന്നുണ്ടോ എന്നൊരു സംശയം. തുപ്പിയിട്ടൊക്കെ മുറുക്കാനൊക്കെ തുപ്പിയിട്ടുണ്ട് ചില സ്ഥലത്ത്. ഇതുണ്ട് പൊളിഞ്ഞു കിടക്കുക. അവിടെ ഒന്നും സാധാരണ രീതിയിൽ ഇവിടെയൊക്കെ ഭയങ്കര വൃത്തികേടൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. പരസ്യങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ ഉണ്ടോ? കുട്ടികളൊക്കെ ഉണ്ട്. നമ്മുടെ കുറച്ചാളുകൾ നമ്മുടെ സ്ഥലമായതുകൊണ്ട് നമ്മളെ അറിയുന്നവരുണ്ട്. കുറച്ചാളുകൾ അറിയുന്ന ആളുകളുമുണ്ട് ഇവിടെ. എഴുതപ്പെട്ട എല്ലാവരും അറിയും. നേരിട്ട് പരിചയമില്ലെന്നുള്ളൂ. ഇങ്ങനെ നടക്കണേ. നടന്നിട്ട് ഒരുപാട് ഷൂട്ട് ചെയ്തു. പക്ഷെ കുറേ കട്ട് ചെയ്തു. അതെല്ലാം ജനങ്ങളെ കാണിക്കാൻ പറ്റില്ലല്ലോ. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് കാണിക്കുക. മാലിന്യം ഇല്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയുണ്ട് തീരെ വാളൊഴിഞ്ഞ സ്ഥലങ്ങളുണ്ട്. അവിടെ ഒന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് നോക്കാം. ഇത് ഐശ്വര്യ അതിലെ തിയേറ്ററുണ്ടോ? അവിടെ ഇന്ന് എന്തോ ഷോയില്ല, പണിയായിട്ട് നടക്കുക. ഇത് മാക്സ് മൾട്ടിപ്ലക്സ്. മാക്സ് ഇവിടെ ഒന്നും പിന്നെ ഉണ്ടാവില്ല. ഉണ്ടോ? നല്ല വൃത്തിയായിട്ടിരിക്കുന്നു. അവിടെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. വെള്ളം കെട്ടി കണ്ടോ? ഇവിടെയൊക്കെ കല്ല് പൊളിഞ്ഞ് കിടക്കുന്നതല്ലാണ്ട് അവിടെയൊക്കെ വൃത്തിയായി കിടക്കുകയാണ്. നല്ല സിമെന്റ് ഇട്ട് മൊസൈക്കൊക്കെ ഇട്ട് വെച്ചിട്ട് അതിൽ മാലിന്യം കൂട്ടിയിട്ടൊരു കാര്യമില്ലല്ലോ. ഉള്ളിലെ റോഡ് മാത്രമല്ല പുറത്തേക്കുണ്ട്. അപ്പോൾ അങ്ങോട്ട് പുറത്തേക്കുള്ള നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വീഡിയോ എവിടെയൊന്നും ഇല്ല. ഇത് തന്നെ ഇത്ര ലോങ്ങായി. അപ്പോൾ പിന്നെ പുറത്തേക്കുള്ള സ്ഥലത്തുണ്ട്. ഇവിടെയൊക്കെ മാലിന്യം കൂട്ടിയിട്ടുള്ളതാണ്. മറ്റുള്ള സ്ഥലത്തൊക്കെ നോക്കുമ്പോൾ ഒന്നും ചെയ്തില്ല. നഗരത്തിന് പുറത്തേക്ക് വൃത്തിയായിട്ടുണ്ട്. പക്ഷെ അവിടേക്ക് എടുക്കണമെങ്കിൽ നമുക്ക് സമയം ഇതൊന്നും പോരാ. ഉണ്ടോ കുട്ടികളൊക്കെ? ഇത്ര സമയമൊന്നും മതിയാവില്ല. അതുകൊണ്ടാണ് ഇവിടെ എടുക്കാത്തത്. കുറച്ച് കുട്ടികളെ ഇപ്പോൾ കഴിഞ്ഞെന്ന് തോന്നുന്നു. അവരിപ്പോൾ വന്നില്ല. ബസ് സ്റ്റാൻഡിലേ നമ്മുടെ വണ്ടി മുകളിൽ കിടക്കണം. അപ്പോൾ അങ്ങോട്ട് പോവാം. അവിടെ ഒരു അമ്പലമുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളൊക്കെയാണ്. തിരക്കൊഴിഞ്ഞ് മുകളിലേക്ക് തിരക്കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ജൈനക്ഷേത്രമാണ്. സുൽത്താൻ്റെ ആയുധപ്പുര എന്ന് പറയുന്ന സംഭവമാണ്. ജൈനക്ഷേത്രമുണ്ട്. അവിടേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ പോകുന്നുണ്ട് പിന്നീട്. വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഇനി ആളൊഴിഞ്ഞ കുറച്ച് സ്ഥലങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും ഉണ്ടാവില്ല, മാലിന്യം ഒന്നും ഉണ്ടാവില്ല. ഇത്തിരി ഉണ്ടാവും. ആളൊഴിഞ്ഞെടുത്ത കൊണ്ട് തട്ടണ്ടല്ല. അവിടെ ഒന്നും തട്ടിയില്ല. എല്ലാവരും നോക്ക്, ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് മാലിന്യം തട്ടണ്ടാണ്. തട്ടിയിട്ടില്ല. അവിടെ
ഏരിയയിൽ ആളൊഴിഞ്ഞ സ്ഥലങ്ങൾ തന്നെ അവിടെയൊക്കെ കാണിച്ചു തരാം. അവിടെ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ഒന്നും മതിൽ കെട്ട് കണ്ടില്ലേ? ഇവിടെ ഒന്നും ഇട്ടില്ല. സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.